നമസ്കാരം, ഞാൻ ലക്ഷ്മി. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതിനു ശേഷം ഒരുപാട് പേര് വീട്ടിൽ ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടി കേക്കും കുക്കീസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പത്തെ 2 വീഡിയോയിൽ ഞാൻ ബേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ബേസിക്സ് പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഉപകാരപ്പെടുന്ന 12 കാര്യങ്ങളാണ്. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് അറിയുന്നവരാവാം, ചിലപ്പോൾ ഇത് ചെയ്യാൻ മറക്കുന്നവരാവാം. അപ്പോൾ ഇത് എന്തായാലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കേക്കോ കുക്കീസോ ചെയ്തെടുക്കാനായിട്ട് പറ്റും വീട്ടിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ ബേക്കിംഗ് തുടങ്ങിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇനിയും ഇതുപോലെയുള്ള ബേക്കിംഗ് ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വീഡിയോസ് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ബേക്കിങ്ങിന് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം. പാല്, മുട്ട, അതുപോലെ തന്നെ ബട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെച്ച് തണവ് മാറിയതിന് ശേഷം വേണം നമ്മൾ റെസിപ്പിയിൽ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ പുറത്ത് വയ്ക്കാൻ മറക്കുകയാണെങ്കിൽ, ഇപ്പോൾ മുട്ടയാണെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തണവ് പെട്ടെന്ന് മാറിക്കിട്ടും. അതുപോലെ ബട്ടറാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അളവിലെടുത്തിട്ട് അത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉരുകും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രം ചൂടാക്കി ആ പാത്രം ഈ ബട്ടറിൻ്റെ മുകളിൽ കമഴ്ത്തി വെക്കുകയാണെങ്കിലും ബട്ടർ പെട്ടെന്ന് ഉരുകി കിട്ടും. പാല് വേണമെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം, അതിൻ്റെ തണവ് മാറാൻ വേണ്ടി മാത്രം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആയിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേക്കോ കുക്കീസോ ഒക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ മെഷറിംഗ് കപ്പിൽ മെഷർ ചെയ്തെടുക്കുക എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് മെഷർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിപ്പോൾ ഞാനൊരു സാധാരണ ടേബിൾ സ്പൂണിൽ ഇതുപോലെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ നിരപ്പാക്കി എടുക്കണം. ഇങ്ങനെ വേണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്തെടുത്തിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് വെളിച്ചെണ്ണ, ഓയിൽ പോലെയുള്ളത് ഇതുപോലെ മെഷർ ചെയ്തെടുക്കാൻ പറ്റില്ല, ലെവൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും, ഇപ്പോൾ ഷുഗർ ആണെങ്കിലും ഒക്കെ ഇതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അത് റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പിയിൽ എത്രയാണോ അളവ് പറഞ്ഞിരിക്കുന്നത് അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മളതിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഒരിക്കലും കറക്റ്റായിട്ട് കേക്ക് ബേക്കായി വരില്ല. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ പുതിയത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ പഴയതോ ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ കേക്ക് പൊന്തി വരില്ല. അടുത്തതായിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് പൊടികൾ എല്ലാം ചേർത്ത് ഒരു 5-6 പ്രാവശ്യം പറ്റുകയാണെങ്കിൽ നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന കട്ടകളൊക്കെ പറ്റുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ നോക്കുക. ഉടച്ചെടുക്കാൻ പറ്റുന്നതല്ല എങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോൾ 5-6 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അല്ലെങ്കിൽ ഹാർഡായിട്ടാണ് ഇരിക്കുക കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അതായത് മുട്ട, പാല്, അതുപോലെയുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് ഒരുമിച്ച് ബീറ്റ് ചെയ്യണം, റെസിപ്പിയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു വെച്ചത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് ഒരുമിച്ചാക്കുകയാണ് ചെയ്യുക. അടുത്തത് ശ്രദ്ധിക്കേണ്ടത് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അതായത് അതിൽ
വെണ്ണയോ നെയ്യോ ഏതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നായി തടവി കൊടുക്കണം ഉള്ളിൽ ഫുള്ള്. അതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് നന്നായിട്ട് എല്ലായിടത്തും തട്ടി കൊടുക്കണം. ഇതുപോലെ എല്ലായിടത്തും ഗോതമ്പ് പൊടി പറ്റി പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പോവും, കേക്ക് എടുക്കാനായിട്ട് കിട്ടില്ല. ഇപ്പം ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ബേക്കിംഗ് പേപ്പർ എടുത്തിട്ട്, ബട്ടർ പേപ്പർ എടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്ത് റൗണ്ടിൽ താഴെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളൊരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചു കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ 1/4 ഭാഗം വരെയേ ആ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ആഡ് ചെയ്യും. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ കേക്ക് പൊന്തി വന്നിട്ട് ഓവർഫ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗമേ നമ്മുടെ പാത്രത്തിൽ കേക്ക് ബാറ്റർ പാടുള്ളൂ. അതുപോലെ തന്നെ കേക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. പാത്രം നന്നായിട്ട് തട്ടി അതിൽ എന്തെങ്കിലും ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊട്ടിപ്പോണം. എയർ ട്രാപ്പായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായി തട്ടി കൊടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് അതിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോണ വരെ ഒന്ന് തട്ടി കൊടുക്കണം. നമ്മളൊരു പാത്രത്തിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഓവനോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലോ പാത്രമോ വെച്ചിരിക്കണം. നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചാൽ അപ്പോൾ തന്നെ അത് നമുക്ക് ഓവനിലേക്ക് വെക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് അധികം നേരം വെക്കാൻ പറ്റില്ല. ഈ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. കേക്ക് ബേക്കായി കഴിയുമ്പോൾ അതായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഫോർക്കോ വെച്ചിട്ട് നടുഭാഗത്ത് കുത്തി നോക്കുക. നമുക്ക് അറ്റത്തും കുത്തി നോക്കിയാൽ ചിലപ്പോൾ അറിയില്ല. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ഉള്ളതാണെങ്കിൽ മെൽട്ടായിട്ട് കിടക്കുന്ന നടുഭാഗത്ത് മെൽട്ടായിട്ട് കിടക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ കുത്തി നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നടുവിൽ വേണം കുത്തി നോക്കാനായിട്ട്. നടുവിലായിരിക്കും ഏറ്റവും കട്ടി കൂടുതൽ. അപ്പോൾ അവിടെ ആയിരിക്കും വേവാൻ വിഷമം. അപ്പോൾ അതുകൊണ്ട് അവിടെ നോക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക കേക്ക് ബേക്കായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നടുവിൽ വേണം നമ്മൾ കുത്തി നോക്കാനായിട്ട്. കുത്തി നോക്കിയിട്ട് നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ കത്തിയോ ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ മാവ് ഒട്ടിപ്പിടിച്ച് വരികയാണെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും ഒരു 10-5 മിനിറ്റ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് ബേക്കായി കഴിയുമ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്നോ ഓവനിന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം ആ കേക്ക് ടിന്നിൽ തന്നെ ഒരു 15-20 മിനിറ്റ് ചൂടാറാനായിട്ട് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ ആ കേക്ക് ടിന്ന് കേക്ക് എടുക്കാനായിട്ട് നോക്കാൻ. അല്ലെങ്കിൽ ആ കേക്ക് ചിലപ്പോൾ വിട്ട് വരില്ല, ആകെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നല്ലതാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു വയർ റാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു അരിപ്പയുടെ മുകളിലോ ഒക്കെ വെച്ച് അത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ബേക്ക് ചെയ്ത കേക്ക് മുറിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്. റൂം ടെമ്പറേച്ചറിലേക്ക് വന്നിട്ട് വേണം നമ്മൾ മുറിക്കാനായിട്ട്. കുക്കീസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. റൂം ടെമ്പറേച്ചറിലേക്ക് വന്നതിന് ശേഷം വേണം അത് നമ്മൾ പൊട്ടിച്ച് നോക്കാനോ കഴിക്കാനോ ആയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും ചിലപ്പോൾ. എങ്കിലും ചിലതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിലൂടെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതെനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടിയാണ്. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.